ചക്കയുടെ സീസണാണ്. അപ്പോൾ കൂടുതലായിട്ട് ട്രെൻഡി ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടിയൻ ചക്ക ബജ്ജിയാണ്. അപ്പോൾ ഇടിയൻ ചക്ക കൊണ്ട് നമ്മൾ പുഴുക്കുണ്ടാക്കും, വളുത്തുണ്ടാക്കും, ഇടിയൻ ചക്ക കറി വയ്ക്കും. പക്ഷേ ഇത് നമ്മൾ വെറൈറ്റി ആയിട്ട് ഇടിയൻ ചക്ക ബജ്ജി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇടിയൻ ചക്ക എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇപ്പോൾ ചക്ക സീസണാണല്ലോ. ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഇടിയൻ ചക്ക മിക്കവാറും കാണണം. ചക്കയില്ലാത്ത വീടുകൾ വിരളമാണ്. ഈ സിറ്റിയിലൊക്കെ ഉണ്ടാവില്ല, പക്ഷെ നമ്മുടെ നാട്ടുപ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ ചക്കയുള്ള നാടാണ്. സാധാരണ ഇടിയൻ ചക്ക കൊണ്ട് നമ്മൾ പുഴുക്ക്, ഒലത്ത്, കറിയൊക്കെയാണ് വെക്കാറ്. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ട് നമുക്കൊരു ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ബജ്ജി ഉണ്ടാക്കി ഞങ്ങൾ ഒരു പ്രാവശ്യം കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ചക്ക കിട്ടുമ്പോൾ. അപ്പോൾ ഇത് ശരിക്കും ഇങ്ങനെയല്ല ചെത്തേണ്ടത്, ഇത് നമ്മൾ നേരെ പകുതിയാക്കിയിട്ടാണ് ചെത്താറ്. പക്ഷേ ഇത് ചേട്ടന് ഇത് നമ്മുടെ പപ്പങ്ങയൊക്കെ മുറിക്കുന്ന പോലെ മുറിച്ച് വയ്ക്കുന്നതാണ്. അപ്പോൾ നൈസായിട്ട് മുറിച്ചപ്പോൾ അതിൻ്റെ പശ വരാൻ തുടങ്ങി, അതിൻ്റെ മുള്ളു ഭാഗം മാത്രം മുറിച്ചപ്പോൾ. അപ്പോൾ ഒന്നും കൂടി ചേക്കേറ്റി ചെത്തി നന്നായിട്ട് മുറിച്ചെടുത്ത് നേരെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ നടുക്കൊരു സാധനമില്ലേ, അതിന് എന്താ പറയണേന്നറിയില്ല, തണ്ട് പോലത്തെ ഒരു സാധനമില്ലേ, നമ്മുടെ പിടിക്കുന്ന തണ്ട്, ആ തണ്ടിൻ്റെ അറ്റം വരെയുള്ളത് കട്ട് ചെയ്ത് കളയാം, ചെത്തി കളയാം. നമ്മുടെ ബജ്ജിക്കായ കരിയൂല്ലേ, ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി അരിയുമ്പോൾ നമ്മൾ നൈസായിട്ടല്ല അരിയണം, അതേപോലെ നന്നായി നൈസായിട്ട് അരിയണം കേട്ടോ. ഞാൻ അരിഞ്ഞില്ല, കാരണം ഞാൻ അരിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പൊക്കെ മാറും. അപ്പോൾ ചേട്ടൻ തന്നെയാണ് ഇതൊക്കെ അരിഞ്ഞത്. അരിയാൻ അറിയാനിട്ടല്ല, പക്ഷെ ഞാൻ അരിഞ്ഞാൽ ചിലപ്പോൾ ഭൂപടമൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് ചേട്ടനാണ് അരിഞ്ഞത്. അത് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള കറയും ആ പശയൊക്കെ ഒന്ന് പോയി കിട്ടും. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസും ഷോർട്സൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമെന്ന് പറയാം, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറയാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ലൈക്കൊക്കെ തരുന്നുണ്ട്, എല്ലാവരും കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി. ഞാൻ കുറച്ച് കടലപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായംപൊടി, കുറച്ച് മസാലപ്പൊടി, ഉപ്പ് ആവശ്യത്തിന് കേട്ടോ, ഇതൊക്കെ ഇട്ടിട്ട് നന്നായി കുഴച്ചു. പക്ഷെ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നിട്ട് മാവിൽ മുക്കി ചക്കനെ അങ്ങോട്ട് എണ്ണയിലേക്ക് ഇടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം തീ കുറയ്ക്കാം കേട്ടോ, എന്നാലേ നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടുള്ളൂ. പിന്നെ എടുക്കാറാവുമ്പോൾ മാത്രം തീ കൂട്ടിയിട്ട് എടുക്കാം. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കൂടുതലും ഫോണിലാണ്, ക്യാമറയൊന്നും ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ ഈ ക്ലാരിറ്റിയുടെ ഒക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കാം കേട്ടോ. വൈകുന്നേരം വരുമ്പോൾ പിള്ളേർക്ക് ചായക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ചക്കയൊക്കെ തിന്നാൽ നല്ലതല്ലേ, നമ്മുടെ വീട്ടിലുണ്ടാവുന്ന സാധനം മായം ഇല്ലാത്ത സാധനമല്ലേ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം. കാണാൻ ലുക്കൊന്നുമില്ലെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളൊരു ചമ്മന്തി കൂടി ഉണ്ടാക്കി, സവാളയും തക്കാളിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്ത ഒരു ചമ്മന്തിയും ഈ ബജ്ജിയുടെ ഒപ്പം നല്ല ടേസ്റ്റാണ്. പിന്നെ ഒരു കട്ടൻ ചായ. അപ്പോൾ ഞങ്ങൾ 4 മണി സമയത്താണ് ഇത് കഴിച്ചത്, അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.